അജ്മലിൻ്റെ ദി ബോർഡർ ഓഫ് എ മൈൻഡ് .com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദ മെറ്റീരിയലിസ്റ്റിക് സ്പെൽ എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. അതെ, ദ ബോർഡർ ഓഫ് എ മൈൻഡ് .com. അറിയാമല്ലോ, അജ്മലിന്റെ ചിന്തകളും കലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ് ആണത്. ശരിയാണ്. അപ്പോൾ ഈ പോസ്റ്റിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആശയം പറയുന്നുണ്ട്. എന്താണത്? ഈ മെറ്റീരിയലിസ്റ്റിക് സ്പെൽ എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ മിക്കവരും, ഒരുപക്ഷെ എല്ലാവരും തന്നെ, ഈ ഭൗതിക ലോകം, അതായത് നമ്മൾ കാണുന്ന തൊടുന്ന ഈ ലോകം, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തരം മയക്കം, ഒരു സ്പെൽ പോലെ. മനസ്സിലായി. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നത് മാത്രം സത്യം, ബാക്കിയെല്ലാം കെട്ടുകഥകൾ, അങ്ങനെയാണോ? ഏകദേശം അതെ. അജ്മൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ഭൗതികവാദം നമ്മൾ ജനിച്ചു വീഴുന്ന ചുറ്റുപാടിൽ നിന്ന് സമൂഹം തന്നെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഈ ആത്മീയമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൗതികത്തിനപ്പുറം നിൽക്കുന്ന എന്തെങ്കിലും ആശയങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ബോധം അതെങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം, ചോദ്യങ്ങൾ, അതെ, അത്തരം കാര്യങ്ങളൊക്കെ വെറും കെട്ടുകഥ, അല്ലെങ്കിൽ എന്താ പറയാ, അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പ്രവണത. ശരിയാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം വരുന്നില്ലേ? അജ്മൽ ചോദിക്കുന്നത് പോലെ ഈ പറയുന്ന ഭൗതികവാദം അത് എത്രത്തോളം യുക്തിസഹമാണ്? എക്സാക്ട്ലി, അതാണ് പോയിന്റ്. നമ്മൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ, അതോ ചില അടിസ്ഥാന ധാരണകളെ നമ്മൾ ചോദ്യം ചെയ്യാതെ അങ്ങ് പിന്തുടരുകയാണോ? നമ്മുടെ ഈ നിലനിൽപ്പ്, ഈ ബോധം, ഇതിനൊക്കെ ഉത്തരം ഭൗതികവാദം മാത്രമായിട്ട് തരുന്നുണ്ടോ? ഇല്ല, അതാണ് അജ്മൽ പറയുന്നത്. ആ അടിസ്ഥാന അനുമാനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യണം, ധൈര്യമായിട്ട്, ആഴത്തിൽ ചിന്തിക്കണം. ഒരു വിചിന്തനം വേണം. അതെ, ഈ ഭൗതികവാദ മയക്കത്തിൽ നിന്ന് നമ്മളൊന്ന് ഉണരണം. നമ്മുടെ ഉള്ളിലെ ആ ഒരു ചിന്തകനെ ഒന്ന് തട്ടിയുണർത്തണം എന്ന് പറയാം. അങ്ങനെ ചിന്തിക്കുമ്പോഴോ എന്ത് സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്? അങ്ങനെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കാണുന്ന ഭൗതിക ലോകത്തിനപ്പുറം, ഒരുപക്ഷെ കാലത്തിനും സ്ഥലത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ഒരു വലിയ യാഥാർത്ഥ്യം, ഒരു പരമമായ സത്യം, അതിൻ്റെയൊക്കെ സൂചനകൾ നമുക്ക് കിട്ടിയേക്കാമെന്നാണ് അജ്മൽ കരുതുന്നത്. അതായത് നമ്മുടെ ഈ എക്സിസ്റ്റൻസ്, നമ്മുടെ ഈ ബോധം തന്നെ, അതെ, അത് തന്നെ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടാവാം. പക്ഷെ ആ മയക്കം വിട്ടുണർന്നാൽ മാത്രമേ അത് കാണാൻ പറ്റൂ. അപ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണോ, അതോ ചിന്തയുടെ രീതിയുടെ പ്രശ്നമാണോ? അതൊരു നല്ല ചോദ്യമാണ്. അജ്മൽ ഇതിനെ അവതരിപ്പിക്കുന്നത് ഒരു വിശ്വാസ പ്രമാണം എന്നതിലുപരി ഒരു ചിന്താരീതിയായിട്ടാണ്. നിലവിലുള്ള നമ്മുടെ ധാരണകളെ, അനുമാനങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം. ശരിയാണ്. യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാനല്ലേ? അതെ, കൂടുതൽ ആഴത്തിൽ. അപ്പോൾ ഈ ചർച്ച കേൾക്കുന്നവർ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ സ്ഥിരമായിട്ട് ശരിയാണെന്ന് കരുതുന്ന എത്ര കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതാണ് ആ ചോദ്യം. നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഏതൊക്കെ ധാരണകളാണ് നമ്മൾ ഒരു പരിശോധനയും കൂടാതെ കൊണ്ടു നടക്കുന്നത്? ഈ ചിന്തകളൊക്കെ വന്നത് അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ് .com എന്ന ബ്ലോഗിലെ ദ മെറ്റീരിയലിസ്റ്റിക് സ്പെൽ എന്ന ആ ലേഖനത്തിൽ നിന്നാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്ന ഒരിടമാണ്. ഒരുപാട് ആർട്ടിക്കിൾസും കലകളും ഒക്കെയുണ്ട് അവിടെ. തീർച്ചയായും. അപ്പോൾ അജ്മലിന്റെ തനതായ ചിന്തകൾ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, കല, തത്വശാസ്ത്രം, പിന്നെ ഇതുപോലുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം നിർമ്മിച്ച പോഡ്കാസ്റ്റുകളൊക്കെ കാണാനും കേൾക്കാനും താല്പര്യമുള്ളവർക്ക് ദി ബോർഡർ ഓഫ് എ മൈൻഡ് .com സന്ദർശിക്കാവുന്നതാണ്. നല്ലൊരു വായനാനുഭവവും ചിന്താ അനുഭവവുമായിരിക്കും അത്. അപ്പോ ഈ കമന്ററി പരമ്പരയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. അതുവരെ നിങ്ങളുടെ ചിന്തകളെ സ്വതന്ത്രമായി വിടുക. ചോദ്യം ചെയ്യാൻ മടിക്കരുത്.